ഹായ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് പേരക്ക കണ്ടു. അപ്പോൾ പേരക്ക കഴിക്കാമെന്നുള്ള രീതിയിൽ അവിടെ പോയി നോക്കിയപ്പോണ്ട് അതിമേ കിളി എന്തോ കൊത്തിയ പോലെ കേട്ടോ. അപ്പോൾ ഈ നിപ്പ വന്നുകൊണ്ട് അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നോക്കി കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അറക്കാപ്പഴമൊക്കെ കണ്ടപ്പോൾ, അറക്കാപ്പഴം മീൻസ് പേരക്ക എന്നാണ് പറയുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അറക്കാപ്പഴം പേരക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഗൈസ് അത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കളഞ്ഞു കേട്ടോ. ആണെന്നാണ് റംബുട്ടാൻ കേട്ടോ. എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ കുറച്ച് കാലമായി ഇത് ഉണ്ടായിട്ട് അതിൻ്റെ വീഡിയോ മെയിൻ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ കാണുക. ഇത് അപ്പോൾ നേരത്തിലായിട്ടില്ല, അപ്പോൾ അത് നേരത്തിൽ എടുത്തില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഗൈസ് അതൊന്നും കൂടി പഴുക്കാനുണ്ട് കേട്ടോ. ഇതും അതേപോലെ തന്നെ. അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഗൈസ് എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പ് തന്നെ ഒരു ഷീറ്റ് അടിക്കുന്ന വീടുണ്ട് കേട്ടോ. അതായത് ഡബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു വീടായിരുന്നു. അവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗുഹ പോലെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് എഴുതിട്ടോ. പിന്നെ ഗൈസ് ഞാൻ കുറച്ച് നേരം എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു വലിയ സംഭവം കണ്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാൻ എഴുതി. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയിലായിട്ടാണ് തോന്നിട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ദേശീയ പക്ഷിയായ മെയിലിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം ആ വീടിൻ്റെ മുകളിൽ നല്ല മനോഹരമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ടോ ഞാൻ. ഗൈസ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയേക്ക് ഒരു കാക്ക നിലവിളിക്കാൻ തുടങ്ങിയതാട്ടോ. ഇതുവരെ നിർത്തുന്നില്ല. ഞാൻ വീഡിയോ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പം നിർത്തുന്നുണ്ടോ. ഗൈസ് ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളത്തെ വീഡിയോ.